ചങ്കാണ്, വിശ്വസ്തനാണ് പിണറായിക്ക് അദ്ദേഹം. പക്ഷേ പുള്ളിയുടെ കാലക്കേട് ആരംഭിക്കുകയാണ്. ഇക്കാലം അത്രയും അധികാരത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിലിരുന്ന ആൾ ഇനിയിപ്പോൾ ഒരു പ്രതിയായി വിചാരണ നേരിട്ട് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ആശങ്ക. ആളെ പിടികിട്ടിയോ? എനിക്ക് മനസ്സിലായി. KM അബ്രഹാം. KM അബ്രഹാം വലിയ വീരപുരുഷനായിരുന്നു മുമ്പ്. പിണറായിയുടെ സ്വന്തം ആളാണ്. അതെ, മുമ്പ് ഈ സെബിയിലുണ്ടായിരുന്നപ്പോൾ സഹാറയെ പൂട്ടിച്ച് കുത്തുവാളെടുപ്പിച്ച് ആ സമയത്ത് വീരനായ ഒരാളുടെ ഒരു പതനമാണിത്. സത്യത്തിൽ നമ്മളിത് കുറച്ച് കഴിഞ്ഞ കൊല്ലം എൻ്റെ ഓർമ്മ ഒരു ഫെബ്രുവരിയിലൊക്കെ നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാർച്ചിൽ ഇതിൻ്റെ വിധി വരേണ്ടതായിരുന്നു. വാദങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും 2-3 ദിവസം കൂടി വാദം വെച്ചിട്ട് ആണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. KM അബ്രഹാം, പിണറായി വിജയന് പ്രിയപ്പെട്ട ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, പിന്നെ മറ്റേ കിഫ്ബിയുടെ CEO ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ജഡ്ജി K. ബാബു ഉത്തരവിട്ടു. ഇത് ഭീകരമാണ്, ഈ കോടതിയിൽ തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ. കാരണം അത് അവഗണിക്കാൻ പറ്റാത്ത വണ്ണം കോടതിക്ക് ഗത്യന്തരമില്ലാതെ CBIക്ക് വിടേണ്ടി വന്നു. അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത വണ്ണം ഈ തെളിവുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി അതുപോലെ കള്ളം പറഞ്ഞിരുന്നു ഈ അബ്രഹാം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പറയാം. ഈ ശിവശങ്കർ എന്ന് പറഞ്ഞൊരു താരം ഉണ്ടല്ലോ, നമ്മുടെ സ്വപ്ന സുരേഷിന്റെ. അതെ, ആ ശിവശങ്കർക്ക് ശേഷമാണ് ഈ പിണറായിയുടെ വിശ്വസ്തനായിട്ട് അബ്രഹാം പെട്ടെന്ന് മാറിയത്. അപ്പോൾ ഈ പരാതികൾ നേരത്തെ സംസ്ഥാനത്തിൻ്റെ വിജിലൻസിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരുന്നു അപ്പം. എന്നിട്ട് ആ കാലത്ത് ഈ അബ്രഹാമിൻ്റെ വീട് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷേർലി ഇവർ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തുടർന്ന് IASകാരുടെ ഒരു സമരവും ഒക്കെ നടന്നിരുന്നു. എബ്രഹാമിനോട് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2018 ഹൈക്കോടതിയിൽ ഹർജി വരുന്നത് എന്ന് പറയുമ്പോൾ 5-6 കൊല്ലം മുമ്പ്. 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ ശമ്പളത്തെക്കാൾ കൂടുതൽ തുക ഇദ്ദേഹം വായ്പ അടയ്ക്കുന്നുണ്ട് എന്നുള്ള വിവരം വെച്ചിട്ടാണ് ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം എന്ന് പറഞ്ഞ ഈ ഹർജി വരുന്നത്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ധാരാളം തെളിവുകൾ ഇതിൻ്റെ അകത്ത് വരുന്നു. ശമ്പളത്തെക്കാൾ കൂടുതൽ ഒരാൾ വായ്പാ തുകകൾ എങ്ങനെ അടയ്ക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം വന്നത്. എങ്ങനെയെന്ന് ഹൈക്കോടതിയും ചോദിച്ചിരുന്നു. അപ്പോൾ എബ്രഹാം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛനും അമ്മയും അവർക്ക് കിട്ടുന്ന പെൻഷൻ തുക എനിക്ക് തരുന്നുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഈ വായ്പ അടച്ചു വരുന്നത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് കേട്ടാൽ ശരിയാണെന്ന് തോന്നും. പക്ഷെ എബ്രഹാമിൻ്റെ അച്ഛനും അമ്മയും വളരെ നേരത്തെ മരിച്ചു പോയിരുന്നു. അല്ല, അവിടുന്ന് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും മുകളിൽ നിന്ന്. മരിച്ചുപോയ ആളുകളുടെ പെൻഷൻ തുക കൊണ്ട് ഞാനിത് അടയ്ക്കുന്നു എന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കാൻ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞു പോകുന്നത്? നമുക്കിത് വേണ്ടാന്ന് വെക്കാമല്ലോ, ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നതല്ലേ. ഇങ്ങനെയാണ് ചില ആളുകൾ. അപ്പോൾ കോളേജ് ഇങ്ങനെ ഇരുവരും മരിച്ചുപോയി, അത് മറച്ചു വെച്ചു. മുംബൈയിൽ 3 കോടി രൂപ വിലയുള്ള ഫ്ലാറ്റ്, ഇത് ഈ കേസ് നടക്കുന്ന കാലത്ത് പറഞ്ഞാണ്, അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. വഴുതക്കാട് മില്ലന്യം അപ്പാർട്ട്മെൻറ്റിൽ ഫ്ലാറ്റ്, അതിൻ്റെ വായ്പ അടച്ചുകൊണ്ടിരുന്നു മില്ലന്യം അപ്പാർട്ട്മെൻറ്റ്. കൊല്ലത്ത് കടപ്പാക്കടയിൽ 3 നില ഷോപ്പിംഗ് കോംപ്ലക്സ്, ആ ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരൻ്റെ പേരിലാണ് എന്ന് എബ്രഹാം പറഞ്ഞു. പക്ഷേ അതിൻ്റെ വിവരാവകാശ സംഗതികൾ എടുത്തിട്ട് ജോമൻ പുത്തമ്പരക്കൽ ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചു. അതിൻ്റെ ഉടമാവകാശം എബ്രഹാമിൻ്റെ പേരിലാണെന്നുള്ള ഓണർ സർട്ടിഫിക്കറ്റ് ഹൈക്കോടതിയിൽ വന്നു. ഇപ്പോൾ എത്ര കള്ളമായി? അടുത്ത കള്ളായി. സഹോദരൻ്റെ പേരിലാണെന്നുള്ളത്. അത് സഹോദരൻ്റെ പേരിലായതുകൊണ്ട് എൻ്റെ സ്വത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. 1968 ഈ IASകാർക്കുള്ള പെരുമാറ്റച്ചട്ടം, അതിലെ റൂൾ 16
റൂൾ 16 അനുസരിച്ചിട്ട് 15,000 രൂപയിൽ കൂടുതൽ വരുന്ന സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കണം, ഓരോ IAS ഉദ്യോഗസ്ഥനും. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് എബ്രഹാം ഒരിക്കൽ പോലും കൊടുത്തിരുന്നില്ല ചീഫ് സെക്രട്ടറിക്ക്, ഇത്രയും സ്വത്ത് ഉണ്ടായിട്ടും. അപ്പോൾ അതിൻ്റെ വിവരാവകാശ സംഗതിയും ഒക്കെ കോടതിയിൽ വന്നു. 2015 മെയ് 25 മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി കൊടുത്തിരുന്നു. അവർ വിശദീകരണം ചോദിച്ചിരുന്നു, അവർ രണ്ടുപേരും. ജൂൺ 10 എബ്രഹാം മറുപടി കൊടുത്തു മറ്റേ മുഖ്യമന്ത്രിക്ക്. അതിൽ പറഞ്ഞത് ഭാര്യ ഷെർലി ദൈനംദിനം ഉടുക്കുന്ന വസ്ത്രങ്ങളല്ലാതെ സ്വത്തുക്കളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറ്. ഷെർലി വസ്ത്രം കൊടുത്തത് നന്നായി. കുറച്ച് വസ്ത്രങ്ങളേ ഉള്ളൂ, ലളിത ജീവിതമാണ് അല്ലേ. മുൻജന്മത്തിൽ സബർമതി ആശ്രമത്തിൽ ഗാന്ധിയുടെ കൂടെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് കൊടുത്തില്ല. അപ്പോൾ ഷെർലിയുടെ ലോക്കർ നോക്കിയപ്പോൾ 100 പവൻ 100 പവൻ ഫെഡറൽ ബാങ്ക് നന്ദൻകോട് ബ്രാഞ്ചിലെ അക്കൗണ്ട്, അതിൽ കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ രേഖകൾ ഈ നന്ദൻകോട് ബ്രാഞ്ച് ഫെഡറൽ ബാങ്കിൽ ഇവരുടെ പേരിൽ. പിന്നെ ആ ലോക്കറിൽ വജ്രങ്ങൾ വാങ്ങിയ രേഖകൾ ഈ 100 പവൻ്റെ കൂടെ. അതുകൊണ്ട് 2 മക്കൾ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാത്ത എബ്രഹാം പറഞ്ഞു, ഈ ഇവരുടെ മൊഴിയെടുത്തല്ലോ ഷെർലിയുടെ, വിജിലൻസ് പോയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വത്തൊന്നുമില്ല, 2 മക്കളുടെ കല്യാണം ഞങ്ങൾ ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് നടത്തിയത് എന്ന് പറഞ്ഞു. മൊത്തം നുണയുടെ മാലപ്പടക്കമാണല്ലോ. അപ്പോൾ ഈ ഹർജിയിൽ ജോമോൻ പറഞ്ഞു റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്നവർ പോലും ഇങ്ങനെ ഞങ്ങൾ പിരിവെടുത്താണ് നടത്തിയതെന്ന് സാധാരണ പറയാറില്ല. കാരണം വിവാഹം അല്ലാതെയൊക്കെ നടത്താമല്ലോ, ഈ പിരിവെടുത്തു എന്ന് പറയാതെയും നടത്താവുന്നതാണ്. അവരാരും ഒന്നും ചോദിച്ചില്ല, ഞങ്ങൾ കൊടുത്തില്ല, ചെറിയ കല്യാണമായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്ത് നടത്തി എന്ന് പറഞ്ഞു. അതാണ് ഭയങ്കരമായ ഒരു കള്ളം പറയാനുള്ള. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ പദവിയിലിരുന്ന ആളാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ രേഖകളിൽ വന്നു. 1988 1994 എബ്രഹാം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയിരുന്നു. അന്ന് ഇമെയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത കള്ളം, അന്ന് ഇമെയിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്ന് പറഞ്ഞു. അപ്പം ജോമൻ ഈ പല രേഖകളും ഒക്കെ തപ്പിയെടുത്തിട്ട് ലോകത്ത് 1971 ഇമെയിൽ വന്നു എന്ന് സ്ഥാപിച്ചു. അതും കോടതിയെ കൊടുത്തു. ഇങ്ങനൊരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയി എബ്രഹാം. അല്ല, ഈ എബ്രഹാമിനാണോ അതോ അദ്ദേഹത്തിന്റെ വക്കീലിനാണോ വിവരക്കേട് ബോധമില്ലാത്തത് പോയത്? ഇത്രയും കളവുകൾ പറഞ്ഞാൽ പിടിക്കപ്പെടുമെന്നൊരു തോന്നലുണ്ടായില്ലേ? എനിക്ക് അത് സാധാരണഗതിയിൽ ശരിയാണ്. ഈ സുനിലും ഈ ഹൈക്കോടതിയൊക്കെ ഒരുപാട് കവർ ചെയ്തിട്ടുള്ളതല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ക്രിപ്റ്റ് എന്തായാലും എഴുതും വക്കീൽമാർ, ഒരു സിനോപ്സിസ് എഴുതും, അത് ഇയാളുമായിട്ട് സംസാരിക്കും. ഇയാൾ പറയുന്നതനുസരിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊക്കെ പ്രൈമാ ഫേസി തന്നെ ഇത് ഫേക്കാണെന്ന് മനസ്സിലാവും ഇത്രയുമൊക്കെ കേട്ടിട്ടുള്ള ജഡ്ജിമാർ. കാരണം അച്ഛൻ്റെ അമ്മയുടെയും പെൻഷൻ തുക കൊണ്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ പിന്നെ അവർ ആ പണം ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് വേണം. ആ ഡോക്യുമെൻ്റ് ഇല്ല അതെ എങ്ങനെ അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ പറ്റും? അല്ല, അവർ വളരെ ജോമോനെ അവരെനിക്ക് തോന്നുന്നതേ ഈ അത്ര ഗൗരവത്തിലെടുത്തിട്ടുണ്ടാവില്ല. ഈ ഓരോന്നും പറയുമ്പോൾ ഇതിൻ്റെ രേഖ പുറകെ ചെന്ന് ജോമോൻ കൊണ്ടുവരുന്ന കരുതിയിട്ടില്ല. പറഞ്ഞതുപോലെ ഇരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ സഹോദരൻ്റെ സ്ഥലമാണ് കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുമായിരുന്നു. അല്ല, അങ്ങനെ പറയുക മാത്രമല്ലല്ലോ സാർ. കോടതിയിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന് അനുബന്ധ രേഖകളും ഈ പെറ്റീഷണർ തന്നെ കൊടുക്കും. ഹർജിക്കാരൻ മാത്രമല്ല, റെസ്പോണ്ടന്റും കൊടുക്കും. അതൊന്നും കൊടുത്തു കാണത്തില്ല. അപ്പോൾ വളരെ അലക്ഷ്യമായി ഈ പറഞ്ഞ പോലെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഇന്നും കോടതി ഇതിന് പ്രതികരിച്ചിരിക്കുന്ന എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണെന്നാണ്. അതും ഗാന്ധി പറഞ്ഞല്ലേ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന്. ഇദ്ദേഹത്തിന്റെ ജീവിതം ഒരു സന്ദേശമാണ്. അതെ. അപ്പോൾ ഈ മറ്റേ കേസിലെ എക്സാലോജി കേസില്
ഇത് രാഷ്ട്രീയ പ്രേരിതാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ എബ്രഹാമിന്റെ കേസിൽ എന്തു പറയും? പിണറായി വിജയന്റെ സെക്രട്ടറി ആയതുകൊണ്ട് വന്നാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം. സംരക്ഷിക്കുക പറഞ്ഞു വിടുവോ? ഈ കളവെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടോ എന്ത് ചെയ്യും? ഏതായാലും ഈ വന്നിടും ഒടുവിൽ വഞ്ചിത നടുവിൽ തിരുനേനാർ കുറിശിയുടെ വഴികളാണ്. അതെ അതെ അതെ, ആത്മവിദ്യാലയമേ വഞ്ചിത എന്നാണല്ലേ? വഞ്ചിത നടുവിൽ. അത് കുട്ടിക്കാലത്ത് മന്നവനാട്ടെ യാചകനാവട്ടെ. കുട്ടിക്കാലത്ത് അത് കേൾക്കുമ്പോൾ വഞ്ചിതരുടെ നടുവിലാണ് ഞാൻ കരുതിയിരുന്നത്. വഞ്ചിത നടുവിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.